ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 205. അന്റോണിയുടെ മുകളിൽ നിന്ന് സംസാരിക്കുന്ന പൗലോസിൻ്റെ പ്രസംഗം ഇങ്ങനെ തുടരുകയായിരുന്നു. യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം താനൊരു വിവശതയിൽ ആയിത്തീരുകയും അങ്ങനെ കർത്താവിനെ കാണുകയും ചെയ്തു. കർത്താവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടു പോക. നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. അതിനു ഞാൻ, കർത്താവെ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടിപ്പിക്കുകയും ചെയ്തു എന്നും നിൻ്റെ സാക്ഷിയായ സ്തഫാനോസിൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവ് എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. ഇതുവരെ പൗലോസിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് നിന്ന ഈ യഹൂദന്മാർ ഒന്നടങ്കം ഒരുമിച്ച് പൗലോസിനെതിരെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: മതി, ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുക, അവൻ ജീവിച്ചിരിക്കരുതെന്ന് അലറി വിളിച്ചു. അതുമാത്രമല്ല, അവർ കൂക്കലിടുകയും വസ്ത്രം കീറുകയും മണ്ണുവാരി മേലോട്ടെറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്താണ് കാരണം? നരകത്തിനു വേണ്ടി മാത്രം വിധിക്കപ്പെട്ട അഗ്രചർമ്മികളായ ഈ ജാതികളെ യഹൂദൻ്റെ മാർഗീയ പദവികളിലേക്ക് നേരെ കൊണ്ടുവരുവാൻ അവരുടെ അടുക്കലേക്ക് ദൈവം ഈ കാലുമാറ്റക്കാരനെ അയക്കുമ്പോൾ ഈ ദൂഷകൻ ജീവിച്ചാൽ അതാണ് ഏറ്റവും വലിയ പാതകമെന്ന് പറഞ്ഞ് ഒരുമിച്ച് അലറി വിളിച്ചു. പൗലോസിൻ്റെ പൂർത്തിയാക്കാൻ പറ്റാതെ പോയ മറ്റൊരു പ്രസംഗമാണിത്. പ്രസംഗം തുടരാൻ അവർ അനുവദിച്ചിരുന്നുവെങ്കിൽ അവരെന്തെല്ലാം തുറന്ന് കേൾക്കുമായിരുന്നു. അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന മശിഹയെപ്പറ്റി എത്രയെത്ര കാര്യങ്ങൾ ഈ മഹാന് പറയുവാനുണ്ടായിരുന്നു. എന്നാൽ പൗലോസിൻ്റെ പ്രസംഗം എബ്രായ ഭാഷയിൽ ആയിരുന്നതുകൊണ്ട് സഹസ്രാധിപനായ ലിസിയാസിനോ മറ്റു ശതാധിപന്മാർക്കോ റോമൻ പടയാളികൾക്കോ കാര്യമൊന്നും മനസ്സിലായില്ല. ശാന്തരായി നിന്ന ജനം പെട്ടെന്ന് ഇങ്ങനെ പെരുമാറുവാൻ കാരണം എന്തായിരിക്കും എന്നവർ ചിന്തിച്ചു. ഒരു പക്ഷേ അവർ ധരിച്ച മാതിരി പൗലോസ് അത്ര നല്ലവനല്ല എന്ന് ഇവർക്ക് തോന്നിയിരുന്നു. കുറ്റവാളികൾ മേലു നോവാതെ നേരു പറയുകയില്ലല്ലോ. അതുകൊണ്ട് ആളിനെ കോട്ടയിലേക്ക് കൊണ്ടുപോയി ചമ്മട്ടിപ്രയോഗം നടത്തി സത്യം പറയിക്കുവാൻ തീരുമാനിച്ചു. ഒരു ശതാധിപന് ഇത് സംബന്ധിച്ച് നിർദ്ദേശം കൊടുത്തിട്ട് സഹസ്രാധിപൻ സ്വന്തം ഓഫീസിലേക്ക് കടന്നുപോയി. ഒരു പടയാളി പൗലോസിനെ വിവസ്ത്രനാക്കി വാറുകൊണ്ട് കെട്ടുവാൻ തുടങ്ങി. അപ്പോൾ പൗലോസ് ഈ നടപടിക്ക് മേൽനോട്ടം വഹിക്കുന്ന ശതാധിപനോട് വളരെ ശാന്തമായ സ്വരത്തിൽ ഇങ്ങനെ ചോദിച്ചു: റോമാ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് വിഹിതമോ? ഈ വാക്കുകൾ ശതാധിപന് ഒരു ഇടിനാഥമായിട്ടാണ് മാറിയത്. കാരണം അദ്ദേഹം പറയണം, ഞാൻ ഒരു റോമാ പൗരനാണ്. അതെ, റോമാ പൗരൻ എന്നൊരാൾ അവകാശപ്പെടുകയും അത് കളവാണെന്ന് തെളിയുകയും ചെയ്താൽ മരണശിക്ഷയാണ് നൽകുക. അതുകൊണ്ട് വെറുതെ ഒരാൾ അങ്ങനെ അവകാശപ്പെടുകയില്ല. ഇവിടെ പൗലോസിൻ്റെ കാര്യത്തിൽ ശതാധിപന് ഒട്ടും പിന്നെ സംശയമുണ്ടായില്ല. 100 പേർക്ക് അധിപൻ 1000 പേർക്ക് അധിപൻ്റെ സമീപത്തേക്ക് ഓടി. അതെ, ശതാധിപൻ സഹസ്രാധിപൻ്റെ അടുക്കിലേക്ക് എത്തി. കിതച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അങ്ങ് എന്താണ് ചെയ്യുവാൻ പോകുന്നത്? ആ മനുഷ്യൻ ഒരു റോമാ പൗരനാണ്. ഭയവും ജിജ്ഞാസയും കൊണ്ട് സഹസ്രാധിപൻ ലിസിയാസ് പൗലോസിന് സമീപം വേഗം ഓടിയെത്തി. എന്നിട്ട് ചോദിച്ചു: താങ്കൾ റോമൻ പൗരനായോ? അതന്നെയാണോ? എന്നോട് പറയുക. പൗലോസ് അതെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ സഹസ്രാധിപനൊന്ന് ഞെട്ടി. കാരണം അടിച്ചില്ലെങ്കിൽ പോലും റോമാ പൗരനെ പിടിച്ചു കെട്ടിയത് തന്നെ കുറ്റകരമാണ്. അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.